വടകരയിൽ പെട്രോൾ ഒഴിച്ച് വയോധികൻ ആത്മഹത്യ ചെയ്ത സംഭവം അതിദാരുണമാണെന്ന് ഷാഫി പറമ്പിൽ MP. അദ്ദേഹത്തിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. വിലപ്പെട്ടൊരു മനുഷ്യജീവൻ അദ്ദേഹത്തിൻ്റെതല്ലാത്ത കാരണം കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. പറഞ്ഞു കേട്ടിടത്തോളം അറിഞ്ഞിടത്തോളം അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയ പണവുമായിട്ട് ബന്ധപ്പെട്ട് ആ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ പ്രയാസങ്ങൾ, പരാതികൾ നിരന്തരം അവിടെ പറഞ്ഞിട്ടും നടപടിയില്ലാത്തതൊക്കെയാണ് ഇതിലേക്ക് നയിച്ചെന്ന് പറയും. അപ്പോൾ മക്കളും കുടുംബമായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ആരെ അറിയിച്ചത് പ്രകാരം ഇതിൻ്റെ രേഖകളൊക്കെ മുറിക്കകത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോലീസിനോടും ആവശ്യപ്പെടും, ശക്തമായ നടപടികൾ ഉണ്ടാവണമെന്ന് തന്നെ പറയും. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധം ഇതിന് നീതി നിഷേധിക്കപ്പെടാനുള്ളൊരു സാഹചര്യമാക്കി മാറ്റാൻ അനുവദിക്കില്ല. മാതൃകാപരമായ നടപടികൾ ഉണ്ടാവണം. പോലീസിനോട് ആ റൂം തുറക്കുന്നതും അതിൻ്റെ തുടർ പരിശോധനയൊക്കെ മക്കളുടെ സാന്നിധ്യത്തിൽ തന്നെ വേണമെന്ന് ആവശ്യപ്പെടും. അത് ഡോക്യുമെൻ്റ് ചെയ്യണം, വീഡിയോ ഡോക്യുമെൻ്റ് ചെയ്യണം എന്നുള്ളതും ആവശ്യപ്പെടുകയാണ്. ബാക്കി കാര്യങ്ങൾ അന്വേഷണത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരട്ടെ. ആരൊക്കെ ഇതിൻ്റെ പിന്നിൽ ഉത്തരവാദികളായിട്ടുണ്ടോ, കുറ്റവാളികളായിട്ടുണ്ടോ അവർക്കെതിരെ നിയമപരമായി നടപടികൾ കുടുംബം പറയുന്നത് പോലുള്ള അന്വേഷണവും വേണമെന്ന് പോലീസിലും സർക്കാരിലും സമ്മർദ്ദം ചെലുത്തും. അതിൻ്റെ വിശദാംശങ്ങളും പരിശോധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആർക്കാണ് അവിടെ വീഴ്ച പറ്റിയത്, ആ കൊടുത്ത പരാതിയുടെ പേരിൽ എന്ത് നടപടികളാണ് സ്വീകരിച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരേണ്ടത്. ഇത് നീതി നിഷേധത്തിന് കാരണമാവുന്ന തരത്തിൽ ആരെല്ലാം ഇടപെട്ടിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം പരിശോധിക്കണമെന്ന് തന്നെ ആവശ്യപ്പെടും. ഒരു തരത്തിലും നീതിയുടെ നിഷേധത്തിന് കാരണമായിട്ടുള്ളൊരു സ്വാധീനം അന്വേഷണത്തിലോ ഭരണ സംവിധാനങ്ങളിലോ ഉണ്ടാവരുത് എന്ന് അതിശക്തമായി തന്നെ ആവശ്യം. നമുക്കിപ്പം കുടുംബത്തോടൊപ്പം തന്നെയാണല്ലോ നമ്മളെല്ലാവരും നിൽക്കുന്നതും. അപ്പം മറിച്ചൊന്നും അതിനകത്ത് ചെയ്യാനോ പറയാനോ ഇല്ല. അപ്പോൾ അത് ഇവിടുത്തെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് തീർച്ചയായിട്ടും ഇപ്പം ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പങ്കുവെച്ച കുറച്ച് ആശങ്കകളുണ്ട്. അത് അന്വേഷണത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിക്കും. പിന്നെ അത് അടിസ്ഥാനത്തിലുള്ള നടപടികൾ ആവശ്യപ്പെടുകയും ചെയ്യും.